ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ലിജോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ മുന്നേ എല്ലാവരും എഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു പുതിയൊരു വേർഷൻ, പുതിയ ഐഡിയാസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫേസ് റീടച്ചിങ് എങ്ങനെ ലൈറ്റ് റൂമിൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോൻ്റെ ഇൻട്രോ പറഞ്ഞാൽ നീട്ടുന്നില്ല, നമുക്ക് നേരെ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇച്ചിരി നോയ്സ് ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് റൂമിലിരുന്ന് ചെയ്യുന്ന പരിപാടിയാണ്. വീട്ടിലൊന്നും അല്ല. പിന്നെ മൈക്കിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി രാത്രിയുടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ചീവീടുകളുണ്ട് കൂട്ടത്തിന്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാൻ ചെയ്യുന്ന സംഗതികളിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം. എന്താ കാണിക്കുന്ന ഡോൺസ് ഉണ്ട്. ഓക്കെ, ഇത് ക്രാക്ക്ഡ് വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്രാക്ക്ഡ് വെർഷൻ്റെ ആവശ്യം ഇത് എന്താണെന്ന് വെച്ചാൽ, എന്നാലേ എനിക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഫേസ് റീടച്ചിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ ഫോട്ടോ നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ഏകദേശം നല്ല രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ലാണ്ട് സ്കിൻ ടെക്സ്ചറും കളഞ്ഞില്ല, പക്ഷെ എന്നാൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ പിക്ക് കേട്ടോ. ഓക്കെ, ഒറിജിനൽ. ഓക്കെ, ഇത് ഒറിജിനൽ ഇത് ചെയ്തത്. ഓക്കെ ഓക്കെ യാ. അപ്പോൾ നമുക്കിത് റീസെറ്റ് അടിച്ച് കളയാം. റീസെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഹീലിംഗ് ടൂൾ കിട്ടണം. ഇവിടെയുള്ള ഹീലിംഗ് ടൂൾ കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് ക്രാക്ക്ഡ് വെർഷൻ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഷോ ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സ്പോട്ടുകളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഹീലിംഗ് ടൂളിനകത്ത് തന്നെ നമ്മുടെ ഇതിൻ്റെ സൈസ് കുറയ്ക്കാം, കൂട്ടാം, സോഫ്റ്റ്നെസ് കൂട്ടാം, കുറയ്ക്കാം. ഓക്കെ, അത് ഈ സൈഡിനകത്തുള്ള ഓരോ ബട്ടൺസാണ്. ഫെദർ കൂട്ടാം, ഒരു 60 പോട്ടെ. ഓക്കെ, അതാണ്ടാണ് പോലെ രസമില്ല. ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതിൽ കുറേ വയർപ്പുണ്ട്. വയർപ്പ് ഏകദേശം വല്ലാണ്ടായിട്ട് കളയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആ തിളങ്ങി നിൽക്കുന്ന ഒരു സ്പോട്ടൊക്കെ കണ്ട് ഒഴിവാക്കാം. ഓക്കെ ഓക്കെ, കൊള്ളാം. മൊത്തമുള്ള സ്പോട്ടുകളൊക്കെ കളഞ്ഞു. മെയിനായിട്ടുള്ള സ്പോട്ടുകൾ കേട്ടോ. അങ്ങനെയാണ് മെയിനായിട്ടുള്ള സ്പോട്ടുകളൊക്കെ കളയാണ്. പിന്നെ വേർപ്പ് എനിക്ക് മൊബൈലിട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. വേർപ്പിന് അപ്പോൾ നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേർപ്പുണ്ടെങ്കിൽ ഒഴിവാക്കി കളയാം. ഓക്കെ, നമ്മൾ വെറുതെ ചുമ്മാ എടുത്തൊരു ഫോട്ടോ ആണ്. ചുമ്മാ വെറുതെ എടുത്താണ്. ചെങ്ങനെ ഫോട്ടോ എടുക്കണവർക്ക് ഫോട്ടോ എടുത്തു. വേറെ എന്തെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ടൈം എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ അത്യാവശ്യം കളയേണ്ട സ്പോട്ടുകളൊക്കെ കളഞ്ഞു. ഓക്കെ, പരിപാടി നമുക്ക് ഒരു ബിഫോർ ആഫ്റ്റർ നോക്കാം. ബിഫോർ ആഫ്റ്റർ അടിപൊളിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ചെറുതായിട്ട് നമ്മൾ ഡീറ്റെയിൽസിൽ എന്ത് ചെയ്യുക, നോയ്സ് റിഡക്ഷൻ കൊടുക്കുക. കുറച്ചാൽ മതി, ഒരു 10 അത് മതി. അതിന് ശേഷം കളർ നോയ്സ് കൊടുക്കുക. അതായത് നോയ്സ് റിഡക്ഷൻ കൊടുക്കുക 10, അത് മതി. ഇച്ചിരി ഷാർപ്നെസ് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ തന്നെ മൊത്തത്തിലൊരു സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, അതിന് ശേഷം വീണ്ടും നമ്മുടെ പ്രീമിയം സെറ്റിങ്സിൽ സെലക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്റ്റീവ് എഡിറ്റ്സ് പറഞ്ഞിട്ട്, സെലക്റ്റീവ് എഡിറ്റിനകത്ത് നമ്മുടെ ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂൾ എടുത്തിട്ട് അത്യാവശ്യം വേണ്ട രീതിയിലൊന്ന് സൂം ചെയ്തൊക്കെ. ഓക്കെ, ബ്രഷ് ടൂൾ എടുത്ത് ഫേസിൻ്റെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ആവശ്യമുള്ളടത്ത് ആവശ്യമില്ലാത്തടത്ത് കണ്ണ് ഒഴിവാക്കി ഇങ്ങനെ ഒന്ന് അത്യാവശ്യം വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ആക്കി സൈഡ് ചെറുതായിട്ടെടുത്ത്. ഓക്കെ, ഈ ഡാർക്ക് ഏരിയ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയൊരു പരിപാടി കൂടി ചെയ്യേണ്ടി. ഞാൻ മറന്ന സംഗതിയാണ്, പക്ഷേ ചെയ്യുമ്പോൾ മുന്നേ ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. താൽക്കാലികമായിട്ടൊന്ന് ടിക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, അടിച്ചിടുന്നുണ്ട്. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്ന് ചെയ്യേണ്ടത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഐഫോണിൽ ചെയ്യുന്നൊരു പരിപാടിയില്ലേ, അങ്ങനെ ചെറുതായിട്ട് ഇതിൽ കൊണ്ടുവരാൻ കരുതി. ഓക്കെ, ഹൈലൈറ്റ് കുറയ്ക്കാം, ഷാഡോ കൂട്ടാം, പൊട്ടി വൈറ്റ് കുറയ്ക്കാം, ബ്ലാക്ക് കുറയ്ക്കാം, വൈറ്റ് കുറയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടക്കാട്ട് കൊണ്ടെടുക്കാം. രസമില്ല. അപ്പോൾ ടെക്സ്ചർ കൂട്ടാം, ക്ലാരിറ്റി കുറയ്ക്കാം. ഓക്കെ, ഡിഹൈസ് കൂട്ടാം, ഇച്ചിരി എന്താ ഇരുന്നാല് ഓറഞ്ച് ടോൺ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ എക്സ്പോഷർ എന്നിട്ട് എല്ലാം താത്തി വെക്കാം. നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എക്സ്പോഷർ താത്തി വെക്കാം. ഈ ആ ഒരു മകത്തിൻ്റെ സംഗതി കണ്ടില്ല, ആളെന്നെ ഉണ്ട് മാറിപ്പോയില്ല. അത്ര കൊണ്ട് ആവശ്യമുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ഓക്കെ, ഏകദേശം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്ന് സെറ്റായി. ഓക്കെ, നമ്മുടെ സെലക്ട് ചെയ്യില്ലെന്ന് പോവാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സെലക്ഷൻ എടുക്കുക. എന്നിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ടെക്സ്ചർ കുറയ്ക്കുക. ഏത് കുറച്ചിട്ടാണ് ബെറ്റർ നോക്കാൻ. ഞാൻ ഇവിടെ എടുക്കുന്ന ക്ലാരിറ്റി കുറച്ചിട്ട് ടെക്സ്ചർ കൂട്ടാനുള്ള പ്ലാനാണ്. ഓക്കെ,
അതിനാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഒരു ഡെപ്ത് കിട്ടുകയും ചെയ്യും, എന്നാൽ തന്നെ ആ മുഖം സോഫ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഓക്കെ, ഈ ലെവലിൽ ആക്കിയിട്ടുണ്ട്. ടെക്സ്ചർ ഒരു 60 എടുക്കട്ടെ, 20 എടുക്കട്ടെ. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ ആ സോഫ്റ്റ്നെസ്സിൻ്റെ പരിപാടി ആയിട്ട് കഴിഞ്ഞു. ഈ കണ്ണിൻ്റെ ഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മായ്ച്ച് കളയാം. ഓക്കെ, മായ്ച്ച് കളയാം, പിരികത്തിലൊന്ന് മായ്ച്ച് കളയാം. നമുക്ക് ഡീറ്റെയിലായിട്ട് വേണ്ടടുത്ത് നമുക്ക് മായ്ച്ച് കളയാം. ഓക്കെ, മീശയുടെ ഭാഗത്ത് നിന്ന് മായ്ച്ച് കളയാം, ചുണ്ടുമൊന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ടച്ചിങ്ങിൻ്റെ പരിപാടി, ഞാൻ പരിപാടി നമുക്ക് നേരെ കൈമേൽ ചെയ്യാം കേട്ടോ, കൈയിൻ്റെ ഭാഗത്തും ചെയ്യാം. ഓക്കെ, അതും കഴിഞ്ഞു. പിന്നെ കാര്യമായിട്ടൊന്നും കൈമ കൊടുക്കുന്നില്ല, കൈനൊക്കെ ഒരു സമയം വരുമ്പോൾ ചെയ്താൽ മതി ആവശ്യത്തിനനുസരിച്ച്. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഫോട്ടോ ഇമേജ് റീടച്ച് ചെയ്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യും. ഇവിടെ ഒരു ഹെവി ആയിട്ടൊരു സ്പോട്ട് കാണുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഇതാക്കി കേട്ടോ. അത് പോയി. ഓക്കെ, ഇത്ര ചെയ്യുന്നുള്ളൂ. ഇത്ര നല്ലൊരു വൃത്തിക്ക് ചെയ്യും, നല്ലൊരു വൃത്തിക്ക് ഇത്ര നല്ല രീതിയിൽ ചെയ്യുന്നുള്ളൂ. ആ വേർപ്പൊന്നും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ വയ്യ. നമ്മൾ സേവ് ചെയ്യുമ്പോൾ എങ്ങനെ, ഏത് രീതിയിൽ സേവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എക്സ്പോർട്ട് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നമ്മളെ ക്വാളിറ്റി 100% കൊടുക്കുക. ഓക്കെ, ലാർജ് ഫയൽ കൊടുക്കുക. ഇതിനകത്ത് ഷേപ്പ് കൊടുക്കുക, മോർ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഔട്ട്പുട്ട് ഷാർപ്പിങ് സ്ക്രീനിൻ്റെ അതിൽ കൊടുക്കാം കേട്ടോ. അതിനാകുമ്പോൾ ഒന്നുകൂടെ ആ ഒരു ഫോട്ടോക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതൊക്കെ കളർ സ്പേസ് അതൊക്കെ ഇതിൻ്റെ പാട്ടില്ല, അത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നുകൂടി പിന്നെ ഇൻക്ലൂഡ് ആട്ടണം, ഇപ്പോൾ എന്തായാലും ചെയ്യണ്ട. ശരി, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഫേസ് റീടച്ചിങ് കാര്യങ്ങൾ നമ്മൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ നമുക്ക്. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ ഒരു ഗ്രേഡ് ചെയ്തിട്ട് വേറൊരു ആപ്പിലോട്ട് ഇടേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ എല്ലാവരും തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ലിജു ഓൺലൈൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലിജു ഓൺലൈൻ സൈനിങ് ഔട്ട്.